ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വിനീതമായി എൻ്റെ സ്വാഗതം. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ജീവിത സായാഹ്നം എങ്ങനെ സന്തോഷപ്രദമാക്കാം. ഹൗ ക്യാൻ വി എൻജോയ് അവർ ഓൾഡ് ഏജ് ലൈഫ്? പർപ്പസ് ഓഫ് സീനിയർ സിറ്റിസൺ. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? പ്രാർത്ഥനയുള്ളവരായിരിക്കണം, കൂട്ടായ്മയുള്ളവരായിരിക്കണം, സിറ്റുവേഷൻ അനുസരിച്ച് മാർഗനിർദ്ദേശം കൊടുക്കുന്നവർ ആയിരിക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദിസ് ഈസ് എ ഗോൾഡൻ ടൈം ആണ്. നമുക്ക് സുവർണ അവസരമാണ് ഇത്. നമ്മൾക്ക് ഓരോരുത്തർക്കും പരിമിതികളെ അതിജീവിക്കുക എന്നതാണ് മെയിൻ ഉദ്ദേശ്യം. ഏകാന്തത അത് ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനായി ചെയ്യേണ്ടത്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 16 വയസ്സ് ഉള്ള 50 വർഷത്തെ അനുഭവ ഗുണമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ഊർജ്ജസ്വലമായ ഒരു ജീവിതം മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കുന്നത്. കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. സമയത്തിന് വില കൽപ്പിക്കുന്ന ആളായിരിക്കണം. സമയത്തെ ശരിയായി വിനിയോഗിക്കണം. ടൈം ടേബിൾ ഉണ്ടാക്കി അതിന് പ്രകാരം ജീവിക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് ഉറങ്ങുന്നത് വരെ എവിടെ പോകാൻ ഇറങ്ങിയാലും ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് അതിന് പ്രകാരം ക്രമീകരിച്ച് മാത്രമേ പോകാവൂ. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്ന പേരുള്ള 3 ലിസ്റ്റ് തയ്യാറാക്കി അതിന് പ്രകാരം വർത്തിക്കണം. അനാവശ്യ ലിസ്റ്റ് ഒരിക്കലും കെയർ ചെയ്യാൻ പാടില്ല. വരുമാനത്തിനനുസരിച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കി ചെലവ് ചെയ്യണം. ഓരോ വ്യക്തിയും ആരാകുന്നുവെന്ന് തിരിച്ചറിയണം. എല്ലാവരെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അതിൻ്റെ ഭാഗമായി കൂട്ടുകാരെയും ബന്ധുക്കളെയും രോഗികളെയും സന്ദർശിക്കണം. മറ്റുള്ളവരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതിരുന്നാൽ നിരാശ ഇല്ലാത്ത ജീവിതം നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. സെൽഫ് റെസ്പെക്റ്റും ഈഗോയും ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നവർ ആയിരിക്കണം. വിട്ടുവീഴ്ച ഉള്ളവർ ആയിരിക്കണം. മറ്റുള്ളവർ എന്തു പറയും, എന്തായിരിക്കും ചിന്തിക്കുക, അതിനെക്കുറിച്ച് ബോധർ ചെയ്യാതിരുന്നാൽ നമുക്ക് വളരെ സന്തോഷമായി നമ്മളുടെ ഹിതമനുസരിച്ച്, നമ്മുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനായിട്ട് 1 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള അത് മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം. ഓവറോൾ ദർ ഷുഡ് ബി എ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 1 സങ്കീർത്തനം എന്ന് പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇള വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുമ്പോൾ, ഒരു മാതൃക ക്രിസ്തീയ കുടുംബം മുമ്പോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ 128 സങ്കീർത്തനം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ 1 മുതൽ 4 വരെ പ്രകാരം പറയുന്നു, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്നാണ് പറയുന്നത്. നാം ഇതൊക്കെയും കൃത്യമായി ആചരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ദോഷവും സംഭവിക്കത്തില്ല. അതിനായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം, ചാർലി ചാപ്ലിൻ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ചാർലി ചാപ്ലിൻ 88 വർഷം ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മൾക്ക് 4 പ്രധാനപ്പെട്ട പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. 1, ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല, നമ്മളുടെ പ്രശ്നങ്ങൾ പോലും. 2,
മഴയിൽ നടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് മറ്റാരും കാണില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്തത്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ചിരിക്കാത്ത ദിവസങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നാലാമത്തത്, ലോകത്തിലെ ഏറ്റവും മികച്ച 6 ഡോക്ടർമാർ എന്ന് അദ്ദേഹം പറഞ്ഞത്: 1 സൂര്യൻ, 2 വിശ്രമം, 3 വ്യായാമം, 4 ഭക്ഷണക്രമം, 5 ആത്മാഭിമാനം, 6 നല്ല സുഹൃത്തുക്കൾ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ 6 കാര്യങ്ങളോട് പറ്റി നിൽക്കുകയും ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുക. ചന്ദ്രനെ കണ്ടാൽ ദൈവത്തിൻ്റെ സൗന്ദര്യം കാണാം. സൂര്യനെ കണ്ടാൽ ദൈവത്തിൻ്റെ ശക്തി കാണാം. കണ്ണാടി കണ്ടാൽ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയെ കാണാം. അതുകൊണ്ട് വിശ്വസിക്കുക, നാം എല്ലാവരും വിനോദസഞ്ചാരികളാണ്. നമ്മളുടെ റൂട്ടുകളും ബുക്കിങ്ങുകളും ലക്ഷ്യസ്ഥാനങ്ങളും ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുള്ള നമ്മളുടെ ട്രാവൽ ഏജൻ്റാണ് നാം വിശ്വസിക്കുന്ന ആ ജീവനുള്ള ഉദ്ധിതനായ ദൈവം. അവനെ വിശ്വസിച്ച് ജീവിതം ആസ്വദിക്കാം. ജീവിതം ഒരു യാത്ര മാത്രമാണ്. അതിനാൽ ഇന്ന് ജീവിക്കുക, നാളെ ആയിരിക്കണമെന്നില്ല. ഇത് ഒക്കെയും നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത സായാഹ്നം നമുക്ക് വളരെ സന്തോഷപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ആയതിനാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിനായി ഇതൊക്കെയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ബാക്കി ജീവിതം അനുഗ്രഹപ്രദമായി, വിശ്വാസത്തോടുകൂടി, ആത്മീയമായി, പ്രാർത്ഥനയോടുകൂടി, മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ഉപകാരപ്പെടുന്ന രീതിയിൽ മുമ്പോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.